എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് ബെഡ് വെറ്റിംഗ് അല്ലെങ്കിൽ രാത്രിയിൽ കിടന്ന് മൂത്രം ഒഴിക്കുന്ന പ്രവണത കുട്ടികളിൽ കാണുന്നുണ്ട്, അതിനെ പറ്റിയാണ്. പലരും ഡോക്ടേഴ്സിനെ കാണിക്കുകയും അതിനുവേണ്ട ചികിത്സ തേടുകയും എല്ലാം ചെയ്യുമ്പോൾ അവർ പറയും അത് സാധാരണ ഉള്ളതാണ്, 5 വയസ്സ് വരെ വെയിറ്റ് ചെയ്യുക, 5 വയസ്സ് കഴിയുമ്പോൾ അത് മാറിക്കോളും എന്ന് അഡ്വൈസ് കിട്ടും. അതിനനുസരിച്ച് പലരും മുമ്പോട്ട് പോകാറാണ് പതിവ്. വാസ്തവത്തിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം തിരിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈ 5 വയസ്സ് കുഞ്ഞിന് 5 വയസ്സാകുന്ന വരെ ഈ പേരൻസും കുട്ടികളും ഇത് ഫേസ് ചെയ്യണോ, അല്ലെങ്കിൽ ഇത് സഹിക്കണോ എന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത് നാച്ചുറൽ ആണോ, അതോ ഇതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ എന്നുള്ളതാണ് നമുക്കിന്ന് ചിന്തിക്കാനായിട്ട് ഉള്ളത്. അപ്പം നോർമലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5% കുട്ടികളിൽ സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന രോഗമാണ് ബെഡ് വെറ്റിംഗ് അല്ലെങ്കിൽ കിടന്ന് മൂത്രമൊഴിക്കുക എന്നുള്ളത്. ഇത് പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ പേരൻസിനും അതുപോലെ തന്നെ കുട്ടിക്കും ഒരുപാട് മാനസികമായിട്ട് പിരിമുറുക്കം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. എന്നാൽ മുതിർന്നവരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 2% ആളുകളിൽ നമുക്ക് ബെഡ് വെറ്റിംഗ് കാണുന്നുണ്ട്. അപ്പം ഇത് വാസ്തവത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കുഞ്ഞിന് മൂത്രത്തിന് കൺട്രോൾ ലഭിക്കുന്നത് 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും ലാസ്റ്റ് കൺട്രോൾ കിട്ടുന്ന ഒരു സംഗതിയാണ് യൂറിനിൽ കൺട്രോൾ ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇത് 1.5 മുതൽ 3 വയസ്സിനുള്ളിൽ കിട്ടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ചില കുട്ടികളിൽ അതെന്ത് ചെയ്യുന്നു, അപ് ടു 5 ഇയേഴ്സ് വരെ സമയം എടുക്കുന്നുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. ഈ രീതിയിൽ കിടന്ന് മൂത്രം ഒഴിക്കുക അല്ലെങ്കിൽ രാത്രിയിൽ ബെഡ് വെറ്റിംഗ് ഉണ്ടാകുന്ന ഈ ഒരു പ്രവണതയ്ക്ക് എന്താണ് ഇതിന് ശാശ്വത പരിഹാരം? ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ? പലരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ബെഡ് വെറ്റിംഗ് നമുക്ക് എങ്ങനെ നിർത്താൻ കഴിയും, എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും? കാരണം ഈ ബെഡ് വെറ്റിംഗ് സംഭവിക്കുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്. യൂറിൻ ഇൻഫെക്ഷൻ കൊണ്ട് വന്നേക്കാം, അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിലും വന്നേക്കാം. കാരണം എന്താണ്, റെക്ടം ഫുൾ ആവുമ്പോൾ അതെന്ത് ചെയ്യും, നമ്മുടെ ബ്ലാഡറിനെ പ്രസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാം, രാത്രി കൺട്രോൾ ഇല്ലാതെ മൂത്രം ഒഴിച്ചു പോയേക്കാം. അതുപോലെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വന്നേക്കാം, അതേപോലെ മസിൽ ഇൻകോണ്ടിനൻസ് കൊണ്ട് സംഭവിച്ചേക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ബെഡ് വെറ്റിംഗ് ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ട്. എന്നാൽ ഇതിന് നമുക്ക് മോഡേൺ സയൻസിലുള്ള മെഡിക്കേഷൻ എന്ന് പറയുന്നത് ഡെസ്മോപ്രസോൺ പോലുള്ള മെഡിസിൻസ് ആണ്. ഈ മെഡിസിൻ്റെ ഒക്കെ ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഡിസിൻ കഴിക്കുമ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും. എന്നാൽ അത് നിർത്തുമ്പോൾ വീണ്ടും അത് പഴയ പോലെ തന്നെ ആവുന്നു. ഇത് അതിനകത്ത് വരുന്നൊരു പ്രശ്നം തന്നെയാണ്. അത് ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് നാച്ചുറലായിട്ട് മാറിക്കോളും എന്നുള്ള രീതിയിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് കണ്ടാൽ മതി എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ നമുക്ക് ഇതിനെ നാച്ചുറലായിട്ട് ഏത് രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും? ആയുർവേദത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു രോഗി ബെഡ് വെറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് രാത്രിയിൽ കിടന്ന് മൂത്രമൊഴിക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ നമുക്കതിനെ ഏത് രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് കുഞ്ഞ് മൂത്രം ഒഴിച്ചിട്ടാണ് കിടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നീട് രാത്രിയിലുള്ള വെള്ളം കുടിയുടെ അളവ് നമുക്ക് ക്രമേണ കുറച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നീടുണ്ടാവുന്നതെല്ലാം ഒരു രോഗമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ശോധനക്കുറവുണ്ടെങ്കിൽ കുഞ്ഞിന് അതിന് നമുക്ക് മെഡിക്കേഷൻ കൊടുത്ത് നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതൊന്നും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഡയഗ്നോസിസ് ഒന്നും കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് മെഡിസിൻ കൊടുത്ത് മസിൽസിൻ്റെ ഇൻകോണ്ടിനൻസോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ആയുർവേദത്തിൽ ഇതിനുള്ള മെഡിസിൻസ് ഉണ്ട്. ഈ മെഡിസിൻ കൊടുത്ത് നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻ കൊണ്ട് തന്നെ നമുക്കിതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഫലപ്രദമായിട്ട് നമുക്കിതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളോ അതുപോലെ തന്നെ മുതിർന്നവരോ നിങ്ങളുടെ പേരൻസോ എന്തെങ്കിലും സ്ട്രഗിളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു ആശ്വാസകരമാകും. കാരണം അധിക നാളൊന്നും മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല. 40 to 60 ഡേയ്സ് മെഡിസിൻ എടുത്താൽ തന്നെ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ആർക്കെങ്കിലും ഈ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം.